നീ ഭാസ്കരനെതിരെ അവനെ ഒന്ന് ഒരുക്കി ഇറക്ക്. മര്യാദയ്ക്ക് ഷർട്ട്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറ. കൊല്ലല്ലേ, കൊല്ലല്ലേ, കൊല്ലല്ലേ ഭാസ്കര. വേണ്ട. തോമാച്ച, എന്നെ രക്ഷിക്കണം. ആ ഭാസ്കർ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്. ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. എനിക്ക് കോടതി കയറാനൊന്നും വയ്യ. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഭാസ്കരനെ കയറി ഒലത്തോടാ. ചെയ്യല്ലേ ഭാസ്കര, ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്ക് ഭഗവാനെ. ക്ഷേത്രം വികലാംഗരുടെ വേദന മാറ്റുന്ന ദേവിയെന്ന് തെരുവുവാസികളുടെ വിശ്വാസം. ഇവിടെ വെച്ചാണ് കോൺസ്റ്റബിൾ പി.കെ. രാമഭദ്രൻ കൊല്ലപ്പെടുന്നത്. അനീതിക്കും അന്യായത്തിനുമെതിരെ പ്രതികരിക്കണമെന്ന് ദേശത്തെ പഠിപ്പിച്ച വേലുത്തമ്പി ദളവയുടെ പേരിലുള്ള ഈ തെരുവ് ദളവ തെരുവ്. പക്ഷെ രാമഭദ്രനെ തെളിപ്പറമ്പിൽ ഭാസ്കരൻ എന്ന ഗുണ്ട കുത്തിക്കൊന്നത് കണ്ടു നിന്നതേയുള്ളൂ. കൊറേ പൈലുകള് തവള പിടിച്ച് കിടന്ന വയലായത്. എന്റെ അപ്പൻ അവറാൻ കല്ലിട്ട് നിർത്തിയ വയല്. തവളന്ന് പറഞ്ഞ് ഡളവയായി പോയതാണ് സഹോദരി. ഇത് വരുത്തൻ തോമ എന്ന് നാട്ടുകാരെ വിളിക്കുന്ന തോമസ് ചാക്കോ. ഭാസ്കരൻ ജയിലിൽ ജീവപര്യന്തം തടവിലാണെങ്കിലും ഒന്നും തുറന്ന് സംസാരിക്കാൻ ദളവാതെരുവ് വാസികൾ ഇപ്പോഴും തയ്യാറല്ല. കൊലയാ? എന്ത് കൊല? ഏത് കൊല? എനിക്കാപ്പടെ ഒരു കൊല അറിയോ? വാഴക്കൊല. ഞാനൊന്നും കണ്ടില്ല, കേട്ടില്ല. ഏത് ഭാസ്കരൻ, ഏത് രാമഭദ്രൻ, എന്ത് കേസ്? എന്തായാലും കാളഭാസ്കരൻ വരും. സാക്ഷികളില്ലാത്തതിന്റെ പേരിൽ 4 കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെടാതിരുന്ന ഭാസ്കരനെതിരെ സാക്ഷി പറയാൻ ദളവാ തെരുവിൽ നിന്നൊരാളുണ്ടായി, ഡി ശിവൻകുട്ടി. വഴിവിളക്കിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ധൈര്യശാലിയെയാണ്. ഞാൻ ഈ സിനിമയൊക്കെ ഉള്ളതുകൊണ്ട് ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് ഇയാളാണ്, മോഹൻ കൊടുമ്പാറ. ഒരു സിനിമാ നടനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത്. 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടത്രേ. പക്ഷെ പെറ്റതള്ള പോലും ചേർക്കുന്ന സിനിമയെ കണ്ടിട്ടില്ല. ഇവളി തെരുവിന്റെ മുത്താണ് കല്യാണി. മിണ്ടാപ്രാണിയാ. ഇതെന്റെ ഫ്രണ്ട് നാന, വലിയ എഴുത്തുകാരനാണ്. കേട്ടില്ലേ? നാന വാസുദേവൻ. കണ്ട ശങ്കരനെ തിരിച്ചറിയുക. ഇത് എല്ലാ ആഴ്ചയിലും ഓരോ എഴുത്ത് വീതം ഉണ്ടാവും നാനയില്. ശിവൻകുട്ടി എന്നാ കിടിലൻ ടീമല്ലേ? ഡ്രൈവർ പണി, ടിവി റിപ്പയറിംഗ്, വെൽഡിങ്. നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മിണ്ടിയാ മതി. അണ്ണാ ടക്കെന്ന് തീർത്തു തരില്ലേ? ഒറ്റ കുഴപ്പമുള്ളൂ, എടുത്തിയാട്ടം. ഇതാണ് അണ്ണന്റെ വീട്. അണ്ണന്റെ അച്ഛൻ പണ്ട് നാട് വിട്ടതാണ്, സന്യാസിയായി എന്നൊക്കെയാണ് പറയണത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയനാ. എന്റെ ഭർത്താവ് ഇപ്പൊ മദ്രാസിൽ എവിടെയോ. അണ്ണന്റെ അളിയനാണ് പരമു. മ്യൂസിക് ഡയറക്ടർ ആവാൻ മദ്രാസിലേക്ക് 2 കൊല്ലം മുമ്പ് വണ്ടി കയറിയതാണ്. നമുക്ക് അറിഞ്ഞൂടെ, സിനിമയല്ലേ, ഒന്നും നടക്കൂല. അവൻ പോയി പറഞ്ഞെന്ന് കേട്ടപ്പോ നെഞ്ചൊന്ന് കാളി. പക്ഷേ കണ്ടത് കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ മോളെ? അച്ഛൻ കൊറേ നാള് മുമ്പ് ഞങ്ങളെയൊക്കെ വിട്ടേച്ച്
സന്യസിക്കാൻ പോയി. ഇത് അണ്ണന്റെ ഒരേ ഒരു അമ്മ വൻ. ഇത് അമ്മായി, അത് ചേച്ചിയുടെ മകൻ കുട്ടൻ. കിട്ടി. ശിവൻകുട്ടി ഇപ്പൊ എവിടെ കാണും? അവൻ ആ അമ്പലത്തിന് നടയിലെങ്ങാൻ കാണും. രാമഭദ്രനെ ഭാസ്കരൻ കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടതാ. കണ്ടത് പറഞ്ഞു. അവന് വട്ട. ഒരാവശ്യമില്ലായിരുന്നു അവന്. ഞാൻ കണ്ടില്ല. ശിവൻകുട്ടിയാണെ കണ്ട്. ഞാൻ കണ്ടില്ല. മോഹൻലാൽ പേടിയുണ്ടോ? ഉണ്ട്. പിന്നെന്തിനു പറഞ്ഞു? ദോ കോൺസ്റ്റബിൾ രാമഭദ്രന്റെ അമ്മയാ. അയാള് ചത്ത പിന്നെ ഭ്രാന്തി പിടിച്ച് നടക്കാ ഇവര്. ചത്തവന് വേണ്ടിയിട്ടല്ല ഞാൻ സാക്ഷി പറഞ്ഞേ, ജീവിച്ചിരിക്കണ ഇവർക്ക് വേണ്ടിയിട്ടാ. കള്ളം പറയണ്ടെന്ന് വെച്ചു. കണ്ടത് പറഞ്ഞു. ദളവാ തെരുവിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് കാരിക്കാച്ചറുകളെ വെല്ലുന്ന കുറെ മുഖങ്ങൾ. പക്ഷെ മനസ്സിൽ തങ്ങി നിന്നത് ഒരൊറ്റയന്റെ ചിത്രമാണ്, ബി ശിവൻകുട്ടി. അപകടകരമായ സത്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന സമൂഹത്തിൽ ശിവൻകുട്ടി ഒരു വഴിവിളക്കാണ്, മുഖമില്ലാത്ത നായകൻ. മാധ്യമങ്ങൾക്ക് മുഖം തരാതെ, മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരു നായകനുമായി വഴിവിളക്ക് തിരിച്ചെത്തും. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നിങ്ങളുടെ ഇൻവിഷനിൽ. കാരിക്കേച്ചേഴ്സ് ഒക്കെ ഉഗ്രൻ. ഇറ്റ്സ് റിയലി ഫണി. എങ്ങനെയുണ്ട്? കുറച്ച് അമച്ചറിഷാണ്, ബട്ട് സർക്കാസം ഉണ്ട്. ഐ വാണ്ട് ടു സീ ഹിസ് ഫേസ്. ശിവൻകുട്ടി? യെസ്, വൈ നോട്ട്? ഐ ലൈക്ക് ഹിസ് വോയിസ്. സോഫ്റ്റ് ആണ്, പവർഫുൾ. ഒരേ സമയം ടഫ് ആണ്, സോഫ്റ്റ് ആണ്. A rare breed. Arrange a meeting. ശിവൻകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങേര് വന്നാ വെച്ചേക്കൂല. ഇത് ഇട്ടി വാങ്ങിക്കും. ആരെ? ഞാൻ വാങ്ങിക്കും. അബൂട്ടിയെ വേണ്ട കരിപ്പാവും. കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല. അത് കള. എടാ ഇത് എന്റെ കടയുടെ ചുമര. ഞാൻ ഇഷ്ടമുള്ളപോലെ ചെയ്യും. കണ്ട അവന്റെ ഒന്നും പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമല്ലത്. കളിക്കണം നമ്മുടെ അടുത്ത്. തോന്നിവാസം കാണിക്കുന്ന തോന്നിയാസം കാണിച്ച നീ ലാൽ സലാം. ഈ പോസ്റ്റർ നീ കഴുകുവോ അതോ ഞാൻ തന്നെ കഴുകണം? അതിപ്പോ രണ്ടിനായാലും നീ വേറെ തന്തയ്ക്ക്. കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന മുഖ സ്വന്തം അണ്ണനെ പോലെ സഹിക്കൂല. എന്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്ക് യവന്മാരോട്. കഴുകടാ. വരട്ടാതെ പോടാ. തള്ളെ കരി. സോറി മമ്മൂക്ക് തന്നതാ. അടിക്കരുത്, ഞാൻ കളരിയാണ്. ചാടിക്കുത്തി ചവിട്ടുമല തീർത്തുമാർ വലത്തടിച്ച അമ്മച്ചാണ് എന്നെ അടിക്കരുത്. ഇതാര് ചെളിയിന്ദ്രനാഥ ടാഗോറോ? ദേവി ഞാൻ അർപ്പിക്കുന്നു. എന്നെ വേണേ ചവിട്ടി പിടിച്ചിട്ട് ആ വിക്കിങ് താനെ. ഇത് ഈ മാസം 3ാമത്തെ വിക്ക. നീ മതം പൊട്ടി ചാവുള്ളൂടാ ആനയുടെ മോനെ. അയ്യോ, തീർന്നു, എല്ലാം ഓക്കെ ആയി.
ഇനി എന്നെ അടിക്കാൻ പാടില്ല. എന്താണ് അടിച്ച? ഞാൻ തോറ്റു. തോറ്റാ പിന്നെ അടിക്കാൻ പാടില്ല. എടുക്കടാ. ഇന്നുമില്ല തള്ളേ തരാം. കല്യാണം കഴിക്കാറാക്കി പറ, കുഞ്ചാക്കോനെ അറേഞ്ച് ചെയ്ത് തരാം. ശവം നിന്റെ തള്ളേക്കടാ. ഞാനേട്ടാ തേച്ച് കുളിപ്പിക്കണ. ശരിക്കും തേക്കടാ. എന്നാ പിന്നെ നിനക്ക് തന്നെ വെച്ചുവിടും. കഴുകടാ. കഴുകുവാടാ. കഴുകാണ്. സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. ആക്ഷൻ. കളഞ്ഞ് അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. ചിരിക്കണ്ട മോനെ. മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നാ പറയണത്? എടാ ഭാവം, ഭാവം, അഹംഭാവം. നീ വായിച്ചു കൊടുത്താൽ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. എടാ നീ ഒരു കാമുകനല്ലേ, നെഞ്ചങ്ങട്ട് വിരിയട്ടെ, വിരിയട്ടെ. മൊട്ടേന്ന് ഉരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചു വിരിക്കാൻ പറയണത്. ഡയലോഗ് പറയടാ. ചതിച്ചാ വിഴുങ്ങല്ലടി. മാഡത്തിൽ നിന്ന് തന്നെ അർത്ഥം മാറ്റാൻ സാറിന് കഴിയൂല സാർ. ഈ കത്തി എനിക്ക് വേണ്ട സാർ. അയ്യോ, എനിക്ക് സമ്മാനം കിട്ടിയ പേന. എന്റെ അമ്മച്ചി. എടാ കുരുത്തം കെട്ടവനെ, നീ കത്തിക്ക് വരെ എന്റെ പേനാണോ എടുത്തോണ്ടേ? ഓടാ. അവന്റെ ഒരു മെലിക്കറി മോണാക്കി. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാൽ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയനെ. ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്. എന്റെ കരിഷ്. ആരെ? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി പെങ്ങളെ, അളിയനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു. വസുമതി ഭാർഗവൻ. പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസ് ആണെന്ന്. വസുമതി. Hey, look. Life is like a dream. My God. Row your boat gently down the stream. Merrily, 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 merrily. We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Ta-da-ta-da! The undefeated, the stylish, the brave, the smart champion of the street, the one and only the Shivanguti. Yes, my gladiator. എണ്ണ ഉണ്ടോടാ? നാണം കെടുത്തോ? ഇല്ല. എണ്ണ ഇല്ല. അല്ല, നാണം കെടില്ല. ഇങ്ങനെ ഇടന്ന് ഓടാതെ. എന്താണ് കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട്? നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നോ. അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേര് കൊത്തിക്കൊണ്ടു. ആര്? നീ ദേവലോന്ന് കേട്ടിട്ടുണ്ട? അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത, നിന്നേക്കാൾ പൈസയുള്ള ചില ഉഗ്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ, നിന്റെ പേരൊന്ന് പറ. തങ്കി. തങ്കി. നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര് കരിഷ്മ മേനോൻ. Hero number 1. Yes. Come.
ശിവേട്ടാ ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ. തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ളൻ. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശല്യം. വരും. മൈൻഡ് ചെയ്യണ്ട. പ്ലേയോണിസ് കോംപ്ലക്സ്. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒന്ന് വരട്ടിയാ മതി.